നേന്ത്രപ്പഴം തൊലിയൊക്കെ കറുത്തു പോയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ കളയാം, നമുക്ക് കഴിക്കാൻ തോന്നില്ല അല്ലേ. അപ്പോൾ അതുപോലത്തെ നേന്ത്രപ്പഴം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടാറ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല, മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു മുട്ടയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം 3 എടുത്താലും 4 എടുത്താലൊക്കെ ഒരു മുട്ട തന്നെ മതി കേട്ടോ. പിന്നെ അതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കും. നല്ല മധുരമുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതി. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ഈ ഒരു അളവിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 1 കപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 കപ്പ് മൈദ ഇട്ടിട്ട് ബാറ്റർ കുറച്ച് ടൈറ്റായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു 1-2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്താൽ മതി. എനിക്കത് കറക്റ്റാണ്. നമ്മളിപ്പോൾ ഒരുപാടങ്ങ് ടൈറ്റും ആവേണ്ട, ഒരുപാടങ്ങ് ലൂസും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിലാണിത് വേണ്ടത്. നമ്മൾ സ്പൂൺ വെച്ചിട്ടാണിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ സ്പൂണിൽ നിന്നിങ്ങനെ വീഴുന്ന രീതിയിൽ, എന്നാൽ ലൂസായി പോവുകയും ചെയ്ത് ആ രീതിയിലുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ രീതിയിലുള്ളൊരു ബാറ്റർ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് കൂടെ ചേർക്കണം. എന്നാലേ കറക്റ്റ് നല്ല ടേസ്റ്റ് ഇട്ടാവുള്ളൂ കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓരോ ബൈറ്റിലും അതിൻ്റെ തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇനി ഞാനത് വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ടിങ്ങനെ ഓരോ സ്പൂണ് വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് കരിയും കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Thank you.